ഡയബറ്റിസ് പെർ ചർച്ചയിൽ നമ്മൾ വന്നിരിക്കുന്നു യശോഭൂമി സെന്റർ ആറ്റ് ഡൽഹി. നമ്മുടെ കൂടെ നമ്മുടെ റെനോൺ എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജോ ജോർജ് ഫ്രം കാലിക്കറ്റ്. നമസ്തേ സാർ. നമസ്കാരം സാറിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്ത പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോവാം. ഞാൻ ഡോക്ടർ ജോ ജോർജ്, കോഴിക്കോട് എൻഡോഡയബ് ക്ലിനിക്കിൽ എൻഡോക്രൈനോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ എൻഡോക്രൈനോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 18-20 കൊല്ലമായി. എൻഡോഡയബ് ക്ലിനിക്ക് നോർത്ത് കേരളയിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലിനിക്സ് ആണ്. ഞങ്ങളുടെ ക്ലിനിക്ക് കോഴിക്കോട്, പെരിന്തൽമണ്ണ, കണ്ണൂർ, വടകര, മംഗലാപുരം എന്നീ സ്ഥലങ്ങളിലുണ്ട്. ദാറ്റ്സ് വെരി യൂസ്ഫുൾ സർ. ആൻഡ് ഇത് വേൾഡ് ഡയബറ്റിസ് മന്ത് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാൻ പറ്റുമോ നമ്മുടെ ഓഡിയൻസിന്? തീർച്ചയായും. ഇക്കൊല്ലത്തെ പ്രമേഹത്തിൻ്റെ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് വെൽനസ്, ഡയബറ്റിസ് ആൻഡ് വെൽനസ് എന്നുള്ളതാണ്. അതായത് എല്ലാ പ്രമേഹ രോഗികളും സാധാരണ പ്രമേഹമില്ലാത്ത ഒരു വ്യക്തിയുടെ പോലെ തന്നെ ആരോഗ്യപരമായ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുക, അതാണ് ഇക്കൊല്ലത്തെ പ്രമേയം. അതിനുവേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, പ്രമേഹം തുടക്കം മുതൽ തന്നെ നല്ല നിലയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. പ്രമേഹം കൺട്രോളാക്കാൻ ഏറ്റവും പ്രധാനം വേണ്ടത് ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമമാണ്. ഇത് രണ്ടും ഇല്ലാതെ ഒരു രീതിയിലും പ്രമേഹം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് ആണ് ഏറ്റവും പ്രധാനം. അത് കൊണ്ട് നമ്മളുടെ HbA1c ശരാശരി 7-ൽ താഴെ നിർത്താൻ പറ്റുകയാണെങ്കിൽ അത്യുത്തമം. അങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് പറ്റണം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മരുന്നുകൾ കഴിക്കുക തന്നെ വേണം. മരുന്നുകൾ എന്നുള്ളത് പലപ്പോഴും പല രീതിയിൽ ദുഷ്പ്രചരണങ്ങൾ അതിനുണ്ടാവാറുണ്ടെങ്കിലും പ്രമേഹം കൺട്രോൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രമേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ണിനെ ബാധിക്കുന്നത്, കിഡ്നീനെ ബാധിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക്, പക്ഷാഘാതം, ഇതെല്ലാം വരുന്നത് പ്രമേഹം കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണ്. പലരും അത് മരുന്നുകളുടെ പാർശ്വഫലമായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് വളരെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് പ്രമേഹം നല്ല കൺട്രോളിൽ കൊണ്ടുപോയി ഡയബറ്റിസ് ആൻഡ് വെൽനസ് നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.